നമസ്കാരം. പ്രധാന വാർത്തകൾ. പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കാനുള്ള അവസരമൊരുക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം കണ്ണൂർ കളക്ടർ മൊഴി മാറ്റിയത് നിർണായകമായി. നവീൻ ബാബു അഴിമതിക്കാരനെന്ന് വരുത്തി തീർത്ത് ദിവ്യയെ സംരക്ഷിക്കാനാണ് ഇപ്പോൾ ശ്രമമെന്നും വി.ഡി. സതീശൻ. പാലക്കാട്ട് UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണം നിയന്ത്രിക്കുന്നത് ക്രിമിനൽ സംഘമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. കള്ളപ്പണ പരിശോധന നാടകമെങ്കിൽ അതിന്റെ സംവിധായകൻ ഷാഫി തന്നെ. പി ദിവ്യയ്ക്കെതിരായ നടപടി സംബന്ധിച്ച് പാർട്ടി കണ്ണൂർ ഘടകം വിശദീകരിക്കുമെന്നും M.V. ഗോവിന്ദൻ. റിപ്പോർട്ടർ MD ആന്റോ അഗസ്റ്റിനെതിരെ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. റിപ്പോർട്ടർ ചാനൽ നടത്തിയത് തന്നെ ആത്മഹത്യയിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന പരിശ്രമം. ആന്റോയ്ക്ക് പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധം അന്വേഷിക്കണം. BJPയെ തകർക്കുക എന്നതാണ് റിപ്പോർട്ടറിന്റെ ലക്ഷ്യമെന്നും ഗോകുലം ഗോപാലിന്റെ ഹോട്ടലിൽ ആന്റോയുടെ ഭാര്യയ്ക്ക് എങ്ങനെ ഷെയർ വന്നുവെന്ന് അന്വേഷിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ. മുൻ മന്ത്രി മഞ്ഞളാംകുഴി അലിയിൽ നിന്ന് ആന്റോ 18 കോടി തട്ടിയെടുത്തെന്നും ആരോപണം. കൊടകര കുഴൽപ്പണക്കേസ് പുനരന്വേഷണ അപേക്ഷ കോടതി വിധി പറയാൻ മാറ്റി. അപേക്ഷ പരിഗണിക്കുന്നത് തൃശൂർ ജില്ലാ സെഷൻസ് കോടതി. പുനരന്വേഷണം കൊടകരയിൽ കവർച്ച ചെയ്യപ്പെട്ട കുഴൽപ്പണം BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്ന മുൻ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ. ത്രിതല ബിവറേജസ് ഔട്ട്ലെറ്റിൽ കവർച്ച. സ്ഥാപനത്തിലെ CCTVയുടെ DVR നഷ്ടപ്പെട്ടു. തൃശൂർ മണ്ണുത്തിയിൽ 95 ഗ്രാം MDMAയുമായി യുവാവ് പിടിയിൽ. മണ്ണുത്തിയിലെ മാർക്കറ്റ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് പണം വെച്ച് ചീട്ട് കളിച്ച 16-അംഗ സംഘത്തെ പോലീസ് പിടികൂടി. വടക്കാഞ്ചേരി പുതുരുത്തിയിൽ ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ വയോധികന്റെ മൃതദേഹം റബ്ബർ തോട്ടത്തിൽ അഴുകിയ നിലയിൽ കണ്ടെത്തി. നെല്ല് സംഭരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന കർഷക സംഘം. ഒറ്റപ്പാലം കൃഷിഭവന് മുന്നിൽ നെല്ലുകൂട്ടി കർഷകരുടെ പ്രതിഷേധം. സംഭരണത്തിലെ വീഴ്ച മൂലം പല പാടശേഖര സമിതികളിലും നെല്ല് കെട്ടിക്കിടക്കുന്ന അവസ്ഥയെന്ന് പരാതി. കൊപ്പം വില്ലേജ് ഓഫീസ് പരിസരത്തെ വിശ്രമ കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചുമതല കുടുംബശ്രീക്കെന്ന് മുഹമ്മദ് മുഹസിൻ MLA. പ്രവർത്തനം തുടങ്ങാൻ ഇനിയും വൈകിയാൽ മറ്റ് നടപടികളിലേക്ക് കടക്കും. പ്രതികരണം വിശ്രമകേന്ദ്രം തുറന്നു കൊടുക്കാത്തതിനെതിരെ വ്യാപക പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ. വാർത്തകൾ വിശദമായി. പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കാനുള്ള അവസരമൊരുക്കിയത് കളക്ടറെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘം നടത്തിയ ഇടപെടലിലൂടെയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം കളക്ടർ മൊഴിമാറ്റി പറഞ്ഞതടക്കം നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർത്ത് പി ദിവ്യയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് കേസിന്റെ ആദ്യഘട്ടം മുതൽ സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും വി.ഡി. സതീശൻ ചേലക്കരയിൽ പറഞ്ഞു. കളക്ടർ ആദ്യം റവന്യൂ വകുപ്പിനൊന്നും കൊടുത്ത മൊഴിയല്ല, മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം കളക്ടർ മൊഴി മാറ്റി പറയുകയും കളക്ടർ ഒരു വിവാദം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘം പി ദിവ്യയ്ക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. കളക്ടറെ വരട്ടിയിട്ടാണ് കളക്ടറുടെ മൊഴി മാറ്റി പറഞ്ഞത്. അങ്ങനെയാണ് പി ദിവ്യയ്ക്ക് ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി പാർട്ടി സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സമയത്ത് പാർട്ടി ഗ്രാമങ്ങളിൽ പി ദിവ്യയെ സംരക്ഷിച്ചു വെച്ച CPM നയം ഇരട്ടത്താപ്പാണ്. നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാനാണ് AKG സെന്ററിൽ വ്യാജരേഖ തയ്യാറാക്കിയത്. CPMകാർ പ്രതികളായ വണ്ടിപ്പെരിയാർ വാളയാർ കേസുകളൊക്കെ പ്രതികളെ സംരക്ഷിക്കുന്ന നയമാണ് CPM സ്വീകരിച്ചത്. ദിവ്യക്കെതിരായ പാർട്ടി നടപടി ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ആ നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി പാർട്ടി പറഞ്ഞത് പാർട്ടി അവരുടെ കുടുംബത്തിന്റെ കൂടെയാണെന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. ഗോവിന്ദനാണ് അവരുടെ വീട്ടിൽ പോയി പറയുമ്പോൾ പാർട്ടി ഗ്രാമത്തിൽ പാർട്ടി ഈ പി ദിവ്യയെ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഇതൊരു വിരോധാഭാസമാണ്, എന്തൊരു ഇരട്ടത്താപ്പാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണം നിയന്ത്രിക്കുന്നത് ക്രിമിനൽ സംഘമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. പി ദിവ്യയ്ക്കെതിരായ നടപടിയെക്കുറിച്ച് പാർട്ടി കണ്ണൂർ ഘടകം വിശദീകരിക്കും. പാലക്കാട്ടെ പരിശോധന നാടകത്തിന്റെ സംവിധായകൻ ഷാഫിയാണെന്നും M.V. ഗോവിന്ദൻ തൃശൂരിൽ പറഞ്ഞു. പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി നിരവധി കൊലക്കേസ് പ്രതികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് M.V. ഗോവിന്ദൻ ആരോപിച്ചു. KPCC എന്ന് പറയുന്നതിന് പിന്നിൽ പൈലിമാരെ ചേർക്കണം. ക്രിമിനൽ സംഘങ്ങളെ കൂടി ചേർത്തുകൊണ്ട് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കോൺഗ്രസ്. എല്ലാ ക്രിമിനൽ സംഘങ്ങൾ കൂടി ഉണ്ട്. അങ്ങനെയാണ്, എല്ലാ ക്രിമിനൽ സംഘമാണ് എന്ന് പറയുന്നത് ശരിയില്ല. ക്രിമിനൽ സംഘം അതിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള സത്യമാണ്. കാരണം ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ട് തന്നെ
നിരവധി കൊലക്കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ ഇലക്ഷനിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പൈലി ആ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ്. കോൺഗ്രസ്സുകാർ അവരെ തള്ളി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അതെൻ്റെ കുട്ടികളാണ് എന്നാണ് KPCC പ്രസിഡന്റ് പരസ്യമായിട്ട് പറയുകയും KPCC എന്ന് പറയുന്നതിൻ്റെ ഒപ്പം പിന്നിൽ ഇത്തരത്തിലുള്ള പൈലിമാരെ ചേർക്കേണ്ടതാണ്. റെയ്ഡുമായി ബന്ധപ്പെട്ട നടപടി പൂർത്തീകരിക്കേണ്ടത് ജില്ലാ കളക്ടറാണ്. പൂർത്തിയാക്കാത്തതിൽ CPM-ന് ഒരു പ്രശ്നവുമില്ല. കാര്യങ്ങൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം കളക്ടർക്കും പോലീസിനുമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇന്നലെ ഇടുന്ന അല പറഞ്ഞ ദിശ മാറിയില്ലേ? അവർ വിചാരിച്ചത് ഇപ്പം ചില പത്രങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് പിന്തുണ നൽകുന്നത്, വേറെ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു പ്രശ്നമില്ല. ശരിയായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നിരന്തരം കളവ് പറയേണ്ടി വന്നിട്ടുണ്ട്. കളവിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആവർത്തിക്കല്ലാണ്ട് വേറെ വഴിയില്ല. PP ദിവ്യയുടെ കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് കണ്ണൂരിലെ പാർട്ടിയാണ്. നടപടിയെക്കുറിച്ച് വിശദീകരിക്കേണ്ടതും കണ്ണൂർ ഘടകമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ദിവ്യ വിഷയം ഒരു പ്രതിസന്ധിയും ഉണ്ടാക്കിയിട്ടില്ല. ചില മാധ്യമങ്ങൾക്ക് മാത്രം അതെല്ലാം പ്രതിസന്ധിയാണെന്ന് തോന്നി. ആദ്യം മുതലേ ADM-ന്റെ വിഷയത്തിൽ കൃത്യമായ നിലപാടാണ് എടുത്തത്. തെറ്റായ ഒരു നിലപാടും എടുക്കില്ല. സംഘടനാപരമായ നിലപാടാണ് വിഷയത്തിൽ സ്വീകരിച്ചത്. കേഡർക്ക് തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്തി മുന്നോട്ടു പോകും. കോടതിയിൽ ദിവ്യ എടുക്കുന്ന നിലപാട് ദിവ്യയുടെ വ്യക്തിപരമായ നിലപാടായിരിക്കും. അത് പാർട്ടി നിലപാടായി കാണേണ്ടതില്ല. ദിവ്യ എടുക്കുന്ന നിലപാടല്ലല്ലോ പാർട്ടിയുടെ നിലപാട്. അതുകൊണ്ടാണല്ലോ സംഘടനാപരമായ നിലപാടിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. അപ്പോൾ ദിവ്യ എടുക്കുന്ന സമീപനത്തെ സംബന്ധിച്ചിടത്തോളം അത് ദിവ്യയുടെ വ്യക്തിപരമായ കാര്യം കണ്ടാൽ മതി. CPM-ന്റെ തീരുമാനത്തിൻ്റെ ഭാഗമാണ് അങ്ങനെയുള്ളൊരു നിലപാടെന്ന് കാണേണ്ടതില്ല. 24 മണിക്കൂർ കൊണ്ട് ദിവ്യയെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. കോൺഗ്രസിന്റെ പൈലി രീതിയല്ല CPM ചെയ്തതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കോൺഗ്രസിന് നിരന്തരം കളവ് പറയേണ്ടി വരികയാണ്. പാലക്കാട് പരിശോധന നടത്തിയത് തെരഞ്ഞെടുപ്പിൽ പണം ഉപയോഗിക്കുന്നത് തടയാൻ വേണ്ടിയാണ്. ഷാഫി നടത്തിയ നാടകം കൂടിയാണ് പാലക്കാട്ട് നടന്നത്. ആ നാടകത്തിൻ്റെ സംവിധായകൻ ഷാഫിയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇല്ലാത്ത പെരുമാറ്റച്ചട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും മന്ത്രി ഉദ്യോഗസ്ഥരെ വിളിക്കാൻ പാടില്ല എന്ന ഏത് പെരുമാറ്റച്ചട്ടത്തിലാണുള്ളതെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് പോലീസ് പരിശോധനയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകിയതായുള്ള വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് കളക്ടർ ഡോക്ടർ S. ചിത്ര. ഈ വിഷയവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെടുകയോ ജില്ലാ കളക്ടർ രേഖാമൂലം റിപ്പോർട്ട് നൽകുകയോ ചെയ്തിട്ടില്ല. വിഷയവുമായി ബന്ധപ്പെട്ട പരാതി അന്വേഷണത്തിനും റിപ്പോർട്ടിനുമായി പോലീസിന് കൈമാറിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടാൽ വിശദമായ റിപ്പോർട്ട് നൽകുമെന്നും കളക്ടർ അറിയിച്ചു. റിപ്പോർട്ടർ TV MD ആന്റോ അഗസ്റ്റിനെതിരെ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. മുൻ മന്ത്രി മഞ്ഞളാംകുഴി അലിയിൽ നിന്ന് ആന്റോ 18 കോടി തട്ടിയെടുത്തതായി ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മാംഗോ ഫോൺ ഇടപാടിൽ ആന്റോ വൻ തട്ടിപ്പ് നടത്തി. ആന്റോയ്ക്ക് പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധം എന്തെന്നും ഗോകുലം ഗോപാലിന്റെ ഹോട്ടലിൽ ആന്റോയുടെ ഭാര്യയ്ക്ക് എങ്ങനെ ഷെയർ വന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. 3 പേർ BJP-ക്കെതിരെ സംസാരിക്കുന്നു, ഒരാൾ BJP-ക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നു. അത് നാടകമല്ലേ? കാരണം ഈ പ്രൊഡ്യൂസർ ആന്റോ, പ്രൊഡ്യൂസറിനെ കോസ്റ്റ് കൊടുക്കുന്നത്, പണം അടച്ചു കൊടുക്കുന്നത് പോപ്പുലർ ഫ്രണ്ട്, പിന്നെ ഗോകുലം ഗോപാലിനെ പോലെയുള്ള ആളുകൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗോകുലം ഗോപാലിന് ഒരു ബിനാമിയുടെ ആവശ്യമുണ്ടോ? തന്നെ മാത്രമല്ല പ്രസ്ഥാനത്തെ കൂടി തകർക്കുകയാണ് റിപ്പോർട്ടർ ചാനലിന്റെ ലക്ഷ്യം. ലൈസൻസ് ഇല്ലാതെയാണ് ചാനൽ പ്രവർത്തിക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. വിവാദ അക്കൗണ്ടുകൾ ചാനൽ ക്ലോസ് ചെയ്യാൻ കാരണമെന്താണ്? എത്ര അക്കൗണ്ടുകൾ ചാനൽ ക്ലോസ് ചെയ്തു? ഈ കാര്യങ്ങൾ പുറത്തുവിടണം. ഇക്കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരേ അഡ്രസ്സിൽ 2 കമ്പനികൾ പ്രവർത്തിക്കുന്നു. ഇതിനെതിരെ താൻ പരാതി നൽകിയിട്ടുണ്ട്. GST വെട്ടിപ്പിനായി ഷെൽ കമ്പനി രൂപീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംസ്ഥാന ടാക്സ് ഡെപ്യൂട്ടി കമ്മീഷണർക്കും രജിസ്ട്രാർ ഓഫ് കമ്പനീസിനും പരാതി നൽകിയിട്ടുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാഴ നനയുമ്പോൾ ചീര നനയുന്നതുപോലെയാണ് ശോഭാ സുരേന്ദ്രൻ എന്നാണ് സുജയ പറഞ്ഞത്. യഥാർത്ഥ വാഴ ആന്റോയാണ്. അതിന് കീഴിലിരിക്കുന്ന സ്മൃതി, സുജയ, അരുൺ, ഉണ്ണി ബാലകൃഷ്ണൻ എന്നിവരാണ് ചീര. താൻ പ്രസംഗിക്കുന്ന വേദിയിൽ ആന്റോ ഉണ്ടായിരുന്ന ഫോട്ടോ ശോഭ വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ടു. ആന്റോ എന്ന PC തോമസിൻ്റെ പാർട്ടിയുടെ നേതാവായിരുന്നു. ദീനദയാൽ എന്ന പാർട്ടിയുടെ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിക്കൊപ്പമാണ് ആന്റോയുടെ വീട്ടിൽ പോയത്. 3-4 വീടുകളിൽ ഗൃഹസമ്പർക്കം നടത്തുന്നതിനിടെയാണ് ആ വീട്ടിലും പോയത്. PC തോമസിൻ്റെ പാർട്ടിയിലൂടെ BJP-യിലേക്ക് ആന്റോ കയറിക്കൂടി. ആന്റോയുടെ ഗുണ്ടായിസം ഫോട്ടോഗ്രാഫർമാർക്ക് നേരെ ഉണ്ടായാൽ പ്രത്യാഘാതമുണ്ടാകുമെന്നും
ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. ബാങ്ക് ഓഫ് ബറോഡയെ തട്ടിച്ച കേസിൽ ആൻഡോ അഗസ്റ്റിൻ ജയിലിലായിരുന്നു. തനിക്കെതിരെ ക്രൈം നന്ദകുമാർ പുറത്തുവിട്ട ഓഡിയോ വ്യാജമായിരുന്നു. ഈ വ്യാജ ഓഡിയോ നിർമ്മിച്ചവർ ജയിലിലാണെന്നും ശോഭ കൂട്ടിച്ചേർത്തു. എന്നെ വീണ്ടും വീണ്ടും വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് പല പല ആംഗിളുകളിൽ കൊടുത്ത് എന്നെ എന്നെ മര്യാദ ഇല്ലാത്തവളാക്കി കേരളത്തിൽ ചിത്രീകരിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തത്. കൂടെ ഇരിക്കുന്ന എനിക്കാകെ അതിനകത്ത് ഒരൊറ്റ വ്യക്തിയോട് ചെറിയ ബഹുമാനമുണ്ട്. ആള് ശരിക്കും കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ മറുപടി പറയും, ഏത് കമ്മ്യൂണിസ്റ്റുകാരന് ശോഭയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നൊക്കെ പറയാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യം. കാരണം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എനിക്ക് ഇന്ന് വൈകുന്നേരം പാലക്കാട് പ്രസംഗിക്കാൻ പോകേണ്ടതുണ്ട്. എന്നാൽ ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, നേരത്തെ തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നിൽ ആൻഡോ അഗസ്റ്റിനാണെന്ന് ശോഭ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. തിരൂർ സതീഷിനെ ഇറക്കാൻ ആൻഡോ ഗൂഢാലോചന നടത്തി. തന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയാണ്. ആൻഡോ അഗസ്റ്റിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്നും ശോഭ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാഞ്ഞാൽ പഞ്ചായത്തിൽ ആവേശമുയർത്തി UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം. വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ഊഷ്മള സ്വീകരണം. പ്രചരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനത്തെ വിമർശിച്ചുകൊണ്ടുള്ള ആക്ഷേപഹാസ്യ നാടകവും അരങ്ങേറി. മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുക, നമ്മളെ വിഭജിക്കുവാൻ, നമ്മൾ ഒരുമിച്ച് വേല ആഘോഷിക്കുന്ന, ഒരുമിച്ച് പള്ളി നേർച്ചയ്ക്ക് പോകുന്ന, ഒരുമിച്ച് പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കുവാൻ പോകുന്ന, നമ്മളെ തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? സംരക്ഷിക്കേണ്ടവൻ ആരാണോ അവരാണ് നമ്മളെ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ഒരു മതവിഭാഗത്തിനെ മാത്രം കുറ്റപ്പെടുത്തുക. പാഞ്ഞാൽ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് ആവേശോജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത്. വിവിധ കേന്ദ്രങ്ങളിലായി സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി ആളുകളാണ് രമ്യ ഹരിദാസിനെ മാലയിട്ട് സ്വീകരിച്ചത്. പാഞ്ഞാൽ പഞ്ചായത്തിലെ വെട്ടിക്കാട്ടിരി ശ്രീപുഷ്കരത്ത് നൽകിയ സ്വീകരണത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇടവേള റാഫി രചനയും സംവിധാനവും നിർവഹിച്ച മടുത്തു ചങ്ങാതി എന്ന നാടകവും അരങ്ങിലെത്തി. കലാഭവൻ രവീന്ദ്രൻ, നിലമ്പൂർ സഫിയ, മനേഷ് കുറ്റിപ്പുറം, മസ്താൻ കോട്ടൂത്ത് എന്നിവർ അഭിനയിച്ച നാടകം സമകാലീന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ പശ്ചാത്തലമാക്കിയുള്ള ആക്ഷേപഹാസ്യ നാടകമാണ്. 70 വയസ്സായി. എന്റെ രണ്ടാമത്തെ മാസത്തില് എന്റെ അച്ഛൻ ഒരു 2 ഗ്രാമിന്റെ ഒരു നങ്ക് എന്റെ അരയിൽ കെട്ടി തന്നിരുന്നു. ഒരു പൊന്നിന്റെ ഒരു തരി. അച്ഛന്റെ ഓർമ്മക്കായിട്ട് ഞാൻ എടുത്തു വെച്ച മുതല അതൊന്ന് വെച്ചിട്ട് വല്ലതും കിട്ടുമോ നോക്കട്ടെ. ഇജോന്റെ കൂട്ടരും കൂടിയിട്ട് നാടിനെ ഈ അവസ്ഥയിലാക്കിയില്ല കള്ള. എന്റെ കാളിയമ്മായി ഒന്ന് പതുക്കെ പറ, ചുറ്റുപുറ ആൾക്കാരുണ്ട്, അവർ കേട്ട മോശാണ്. കാളിയമ്മായിനെ പോലെ മുഖത്ത് നോക്കി പറയാൻ ആളുകൾ മടിക്കുന്നതുകൊണ്ടാണ് ഈ കൂട്ടർ ഇങ്ങനെ ഊറ്റം കൊള്ളണത്. കേന്ദ്രത്തില് കോട്ടിട്ട മോദി, ഇവിടെ മുണ്ടെടുത്ത മോദി, അത്രേ വ്യത്യാസമുള്ളൂ. ചടങ്ങിൽ വിവിധ UDF നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് തരംഗമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചരണത്തിനായാണ് വെർച്വൽ റിയാലിറ്റി സംവിധാനം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി നേരിട്ട് വോട്ടർമാരോട് സംവദിക്കുന്ന പ്രതീതി സൃഷ്ടിക്കുന്നതാണ് AI സംവിധാനം. ആദ്യമായാണ് AI സംവിധാനം ഉപയോഗപ്പെടുത്തുന്ന വെർച്വൽ റിയാലിറ്റി പ്രചരണം രംഗപ്രവേശം ചെയ്യുന്നത്. സ്ഥാനാർത്ഥി നേരിട്ട് വോട്ടർമാരോട് സംവദിക്കുന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനായി വെർച്വൽ റിയാലിറ്റി ഒരുക്കിയിരിക്കുന്നത്. മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ വരുന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ വന്നിറങ്ങിയ നിമിഷം മുതൽ ആർദ്രമായ സ്നേഹമാണ് പാലക്കാടിൻ്റെ പ്രിയപ്പെട്ട. സ്ഥാനാർത്ഥിക്ക് നേരിട്ടെത്താൻ കഴിയാത്ത ഇടങ്ങളിൽ സ്ഥാനാർത്ഥിയെ കാണാനും വികസന നിലപാടുകൾ അറിയാനും വോട്ടർമാർക്ക് കഴിയുമെന്നതാണ് പ്രത്യേകത. എതിരാളികളുടെ പ്രചരണങ്ങൾക്ക് മറുപടി പറയാനും വോട്ടർമാരെ കേൾക്കാനും സംവിധാനമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിമിഷങ്ങൾ കൊണ്ട് ഏറെ ദൂരം മുന്നോട്ട് പോകാനാകുമെന്നതും വെർച്വൽ റിയാലിറ്റിയുടെ പ്രത്യേകതയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന MP-മാരായ VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ എന്നിവർ ചേർന്ന് വെർച്വൽ റിയാലിറ്റി വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരം കള്ളം ആവർത്തിച്ച് പറയുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ട്രോളി ബാഗും സഞ്ചരിച്ചിരുന്ന കാറും രണ്ടാണെന്ന് CCTVയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ എല്ലാവർക്കും ബോധ്യപ്പെട്ടെന്നും ബാഗിൽ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നത് കള്ളപ്പണം തന്നെയാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നതായും MV ഗോവിന്ദൻ പറഞ്ഞു. LDF പൈങ്കുളം മേഖലാ തെരഞ്ഞെടുപ്പ് റാലിയുടെ ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പ് റാലിയിൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ P. കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി.
CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, PK ബിജു, MK കണ്ണൻ, KK വത്സരാജ്, സേവിയർ ചിറ്റിലപ്പള്ളി, AS കുട്ടി, KS ഹംസ, V തങ്കമ്മ, T ചന്ദ്രശേഖരൻ, PK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. എന്താണ് രഹസ്യപത്തിന്റെ ആരാണ് ഇവിടെ ഈ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഒരു ഭാഗത്ത് കിടന്ന കോഴപ്പണത്തിന്റെ ഉറവിടം ഏതായിരുന്നു? BJPക്ക് വേണ്ടി വന്ന പണത്തിന്റെ കഥ എന്താണെന്ന് ഇപ്പോൾ പതുക്കെ പുറത്തു വരികയാണല്ലോ. ഒരുപാട് കഥയും ഉപകഥയും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കഥകളെല്ലാം ഒരു കാര്യം പറയുന്നുണ്ട്. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി തിരഞ്ഞെടുപ്പ് റാലിയും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കൊടകര കുഴൽപ്പണക്കേസ് പുനരന്വേഷണ അപേക്ഷ കോടതി വിധി പറയാൻ മാറ്റി. തൃശൂർ ജില്ലാ സെഷൻസ് കോടതിയാണ് അപേക്ഷയിൽ വിധി പറയാൻ മാറ്റിവെച്ചത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ NK ഉണ്ണികൃഷ്ണനാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. പുനരന്വേഷണത്തിനായി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം തേടിയിരുന്നു. ഇതെല്ലാം കോടതിയിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടി. ദിവസങ്ങൾക്ക് മുമ്പാണ് കൊടകരയിൽ കവർച്ച ചെയ്യപ്പെട്ട കുഴൽപ്പണം BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്ന് BJP മുൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് വെളിപ്പെടുത്തൽ നടത്തിയത്. ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ പുനരന്വേഷണം പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണുത്തിയിൽ പണം വെച്ച് ചീട്ടുകളിച്ച 16-അംഗ സംഘം പോലീസിന്റെ പിടിയിൽ. 1,50,000 രൂപ മണ്ണുത്തി പോലീസ് പിടികൂടി. മണ്ണുത്തിയിലെ മാർക്കറ്റ് കെട്ടിടത്തിന് മുകളിലാണ് സംഘം ചീട്ടുകളിച്ചിരുന്നത്. പോലീസ് വന്നാൽ വിവരം കൈമാറാനായി 2 പേരെ താഴെ കാവൽ നിർത്തിയിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുലർച്ചെ 1:30യോടെയാണ് കെട്ടിടം വളഞ്ഞ് ചീട്ടുകളി സംഘത്തെ പോലീസ് പിടികൂടിയത്. SIKC ബൈജുവും സംഘവുമാണ് പ്രതികളെ പിടികൂടിയത്. തൃത്താല ബിവറേജസ് ഔട്ട്ലെറ്റിൽ കവർച്ച. വാതിലിന്റെ ലോക്ക് മുറിച്ചുമാറ്റിയാണ് മോഷണം നടന്നത്. സ്ഥാപനത്തിലെ CCTVയുടെ DVR നഷ്ടപ്പെട്ടിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബിവറേജസ് കോർപ്പറേഷന്റെ ഞാങ്ങാട്ടിരി വിയോക്കടവ് റോഡിലുള്ള ഔട്ട്ലെറ്റിലാണ് മോഷണം നടന്നത്. രാത്രിയോ പുലർച്ചെയോ ആണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. കെട്ടിടത്തിന്റെ പുറകെ വശത്തെ വാതിലിന്റെ ലോക്ക് കട്ടർ ഉപയോഗിച്ച് മുറിച്ചുമാറ്റിയാണ് കവർച്ച നടന്നത്. സ്ഥാപനത്തിലെ CCTVയുടെ DVRും നഷ്ടമായിട്ടുണ്ട്. സമീപത്തെ സിമന്റ് ഗോഡൌണിലെ ആളുകൾ രാവിലെ എത്തിയപ്പോഴാണ് വാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ ബിവറേജ് ഔട്ട്ലെറ്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. സംഭവസ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥരും ജീവനക്കാരും തൃത്താല പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് എത്തി പരിശോധന നടത്തുകയും ചെയ്തു. തുടർന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണുത്തിയിൽ 95 ഗ്രാം MDMAയുമായി യുവാവ് പിടിയിലായി. കരുവന്നൂർ പൊറത്തിശ്ശേരി സ്വദേശി 40 വയസ്സുള്ള ഷമീറാണ് മണ്ണുത്തി പോലീസിന്റെ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് കൊണ്ടുവന്ന മയക്കുമരുന്നാണ് മണ്ണുത്തിയിൽ വെച്ച് പോലീസ് പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്ന് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങി തൃശൂരിൽ ചില്ലറ വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവരുന്നതിനിടെയാണ് ഷമീർ പിടിയിലായത്. പിടിയിലായ ഷമീർ മുമ്പും ലഹരിക്കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 95 ഗ്രാം MDMAയാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നെല്ല് സംഭരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് കർഷക സംഘം ആവശ്യമുന്നയിച്ച് ഒറ്റപ്പാലം കൃഷിഭവന് മുന്നിൽ കർഷകർ നെല്ലുകൊട്ടി സമരം നടത്തി. കർഷക സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി MR മുരളി സമരം ഉദ്ഘാടനം ചെയ്തു. നെല്ല് സംഭരണത്തിലെ അപാകതകൾ മൂലം പല പ്രദേശങ്ങളിലും നെല്ല് കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണെന്ന് കർഷക സംഘം നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഒറ്റപ്പാലം മേഖലയിൽ വില്ലഞ്ചിറ, കാഞ്ഞിരപ്പാടം, അരുണത്തോട്, സൗത്ത് പനമണ്ണ എന്നീ പാടശേഖര സമിതികളുടെ 750 ചാക്ക് നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. നെല്ല് സംഭരണത്തിലെ അപാകതകൾ പരിഹരിക്കണം. കൃഷിഭവന് മുന്നിൽ നെല്ല് കൊട്ടിയാണ് കർഷകർ പ്രതിഷേധമറിയിച്ചത്. കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി സമരം ഉദ്ഘാടനം ചെയ്തു. നിന്നും ലഭിച്ച വിത്താണ് എല്ലാ കർഷകരും ഇറക്കിയിട്ടുള്ളത്. അത് ജോലിയാവാം, മറ്റൊന്നാവാം, വേറെ സ്വകാര്യമായി സംഘടിപ്പിച്ച വിത്തല്ല. കൃഷിഭവൻ നിർദ്ദേശിച്ച വിത്ത് ഇറക്കി വിളവെടുത്ത് ആ നെല്ല് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 2 മാസമായിട്ട് കർഷകർ കാത്തിരിക്കുകയാണ്. നെല്ലെടുക്കേണ്ട ഏജൻസി സപ്ലൈകോ ആണ്. കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി നെല്ല് ഏറ്റെടുക്കേണ്ട ഏജൻസിയാണ് സപ്ലൈകോ. സപ്ലൈകോ നെല്ല് ഏറ്റെടുക്കുന്നത് മില്ലിൽ കൊണ്ടുപോയി കൊടുത്ത് അരിയാക്കി FCI ഗോഡൌണിലേക്ക് അളന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് സപ്ലൈകോന് അതിന്റെ പണം കിട്ടുക, കർഷകർക്ക് നെല്ലിന്റെ വില കൊടുക്കുക. അപ്പൊ ഉത്തരവാദപ്പെട്ട സമിതിയാണ്, ഉത്തരവാദപ്പെട്ട ഡിപ്പാർട്ട്മെന്റാണ് സപ്ലൈകോ. എന്നാൽ ഇപ്പൊ ചിത്രത്തിൽ കൃഷിഭവനുമില്ല,
സപ്ലൈകോയുമില്ല, ഏതാനും മില്ലുകാരാണ്. ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു. CPM പാലപ്പുറം ലോക്കൽ സെക്രട്ടറി C മാധവൻ, കർഷക സംഘം വില്ലേജ് പ്രസിഡന്റ് T കാളിദാസ്, സെക്രട്ടറി K അജയകുമാർ, വില്ലഞ്ചിറ പാടശേഖര സമിതി സെക്രട്ടറി P അപ്പാരു, പാലപ്പുറം പാടശേഖര സമിതി സെക്രട്ടറി A മനീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കൊപ്പത്ത് വില്ലേജ് ഓഫീസിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തന ചുമതല കുടുംബശ്രീക്ക് നൽകിയതാണെന്നും പ്രവർത്തനം തുടങ്ങാൻ ഇനിയും വൈകിയാൽ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും മുഹമ്മദ് മുഹ്സിൻ MLA. വിശ്രമ കേന്ദ്രം തുറന്നു കൊടുക്കാത്തതിനെതിരെ പരാതികൾ ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് MLAയുടെ പ്രതികരണം. സർക്കാർ തലത്തിൽ എല്ലാ നടപടികളും പൂർത്തിയാക്കിയതാണെന്നും MLA പട്ടാമ്പിയിൽ പറഞ്ഞു. ഒരു കുടുംബശ്രീ യൂണിറ്റിനാണ് പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നത്. കുടുംബശ്രീ യൂണിറ്റാകട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് കേന്ദ്രം പ്രവർത്തിപ്പിക്കാൻ വൈകുന്നത്. അതേസമയം ഇതിനെതിരെ ഉയർന്നുവരുന്ന പരാതികൾ അടിസ്ഥാനരഹിതമാണെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA പറഞ്ഞു. എത്രയും വേഗം പ്രവർത്തനം ആരംഭിക്കാൻ കുടുംബശ്രീ യൂണിറ്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവർ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നില്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും MLA സൂചിപ്പിച്ചു. നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതായും MLA പറഞ്ഞു. ഇത് ആരംഭിക്കാൻ വേറൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, വളരെ കൃത്യമായി കുടുംബശ്രീ കൊടുത്ത് ആരംഭിക്കാനുള്ള എല്ലാ നടപടിക്രമവും സർക്കാർ തലത്തിൽ പൂർത്തീകരിച്ചതാണ്. അത് കുടുംബശ്രീയാണ് ഇനി തുടങ്ങേണ്ടത്. ആ കുടുംബശ്രീ യൂണിറ്റിന് ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ നിൽക്കുകയാണ്. എന്നിരുന്നാലും ഗ്രാമപഞ്ചായത്തിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്, കംഫർട്ട് സ്റ്റേഷനെങ്കിലും അടിയന്തരമായിട്ട് തുറക്കണം എന്നുള്ളത്. കാരണം MLA ഫണ്ട് കൊടുത്ത് ഇത്രയും നല്ലൊരു സ്ഥാപനം അവിടെ നമ്മൾ ആരംഭിച്ചിട്ട് അത് വൈകുന്നത് ശരിയല്ല എന്ന് കുടുംബശ്രീയോട് പറഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിൽ. ന്യൂസ് ബ്യൂറോ, വട്ടാമ്പി. പത്തിരിപ്പാല സദനം അതിർക്കാട് റോഡിലെ കനാലിൽ മാലിന്യം തള്ളുന്നത് പതിവ് കാഴ്ചയാകുന്നു. ഇതുവഴി എത്തുന്ന യാത്രക്കാർ പലപ്പോഴും മൂക്കുപൊത്തിയാണ് കടന്നുപോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശുചീകരണം പൂർത്തീകരിച്ച മലമ്പുഴ കനാലുകളിലാണ് മാലിന്യം വ്യാപകമായി തള്ളുന്നത്. വീടുകളിലെ മാലിന്യമടക്കം തള്ളാനുള്ള കേന്ദ്രമായി കനാലുകൾ മാറി. പ്ലാസ്റ്റിക് കവറുകളിലാക്കിയാണ് ഇരുട്ടിന്റെ മറവിൽ വിവിധയിനം മാലിന്യം തള്ളുന്നത്. മാലിന്യങ്ങളോടൊപ്പം ഒഴിഞ്ഞ മദ്യക്കുപ്പികളും വ്യാപകമാണ്. മഴ നനഞ്ഞതോടെ ദുർഗന്ധവുമുണ്ട്. മദ്യപന്മാരുടെ കേന്ദ്രവുമായി കനാലോരങ്ങൾ മാറി. 5 മീറ്ററിലേറെ താഴ്ചയുള്ള കനാലുകൾ ശുചീകരിച്ച് ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് വീണ്ടും മാലിന്യങ്ങൾ തള്ളാൻ തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടക്കാഞ്ചേരി പുതുരുത്തിയിൽ കാണാതായ ആളുടെ മൃതദേഹം റബ്ബർ തോട്ടത്തിൽ അഴുകിയ നിലയിൽ കണ്ടെത്തി. പ്രദേശത്ത് നിന്ന് ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ അഴിമുഖം സ്വദേശി 63 വയസ്സുള്ള ചന്ദ്രന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ ഒരു കാലിലെ മാംസം മറ്റ് ജീവികൾ ഭക്ഷിച്ച നിലയിലായിരുന്നു. പ്രദേശത്ത് നിന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായതാണ് അഴിമുഖം സ്വദേശി 63 വയസ്സുള്ള ചന്ദ്രനെ. പുതുരുത്തിയിൽ റബ്ബർ തോട്ടത്തിലാണ് മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ മരണകാരണം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയാനാകൂവെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിൽ പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമായി. സർവീസിൽ നിന്നും വിരമിക്കുന്ന കോളേജിലെ മലയാള വിഭാഗം മേധാവി ഡോക്ടർ H.K. സന്തോഷിനെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രഭാഷണം സംഘടിപ്പിക്കുന്നത്. വിദേശ മലയാളികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്ക് അവരുടേതായ ഒരു സാംസ്കാരിക മേഖല അവരുടേതായ രാജ്യങ്ങളിൽ അവരുണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് കേരളത്തിൽ മേൽവിലാസമില്ല. കേരളത്തിൽ അവർ അതിഥികളാണ്. കേരളത്തിൽ ഉള്ളവരെ അവരവരുടെ അതിഥികളായി സ്വീകരിക്കാറുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിഥികളല്ലാതെ വിദേശ മലയാളികൾക്ക് കേരളത്തിൽ സാംസ്കാരിക മേഖലയിൽ ഇടപെടാനുള്ള മേൽവിലാസം ഉണ്ടാക്കിക്കൊടുത്തത് ഈ സന്തോഷമാണ്. കേരളത്തിന് അങ്ങനെയാണ് ഈ മലയാള നാട് എന്ന് പറയുന്ന ഒരു ഉണ്ടായത്. നിർമ്മിത ബുദ്ധിയും ഭാഷയുടെ മാറുന്ന രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ പ്രഭാഷണവും പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനവും ഡോക്ടർ T.T. ശ്രീകുമാർ നിർവഹിച്ചു. സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ MC അബ്ദുൽ നാസർ അധ്യക്ഷനായി. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ C.D. ദിലീപ്, പ്രൊഫസർ അനിൽകുമാർ, H.K. സന്തോഷ്, സഞ്ജന എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന കോളേജിലെ മലയാള വിഭാഗം മേധാവി ഡോക്ടർ H.K. സന്തോഷിനെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനായുള്ള പാചകപ്പുരയുടെ പാൽകാച്ചൽ കർമ്മം നടന്നു. പട്ടാമ്പി AEO ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. നവംബർ 11 മുതൽ 15 വരെയാണ് കലോത്സവം.
പട്ടാമ്പി ഉപജില്ലാ കലോത്സവം നടക്കാനിരിക്കുന്ന എടപ്പലം PTMY ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം കാണാനും പങ്കെടുക്കാനും എത്തുന്നവർക്കായി ഭക്ഷണം നൽകാനുള്ള പാചകപ്പുരയുടെ പാൽക്കാച്ചൽ കർമ്മമാണ് വെള്ളിയാഴ്ച നടന്നത്. പട്ടാമ്പി AO ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് റഫീഖ്, ഹെഡ്മാസ്റ്റർ മുഹമ്മദ് ചങ്ങണക്കാട്ടിൽ, PTA പ്രസിഡന്റ് ശശി കുപ്പുത്ത്, രാജൻ പുന്നശ്ശേരി, മുരളി, യത്തീംഖാന സെക്രട്ടറി VP ഹമീദ്, വിവിധ സബ് കമ്മിറ്റി കൺവീനർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 11 മുതൽ 15 വരെയാണ് ഉപജില്ലാ കലോത്സവം. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. 2 ദിവസം നീണ്ടുനിൽക്കുന്ന വള്ളത്തോൾ ജയന്തിക്കും കേരള കലാമണ്ഡലം വാർഷികാഘോഷ പരിപാടികൾക്കും തുടക്കമായി. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണൻ, പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ ഭരണസമിതി അംഗം K രവീന്ദ്രനാഥ് വള്ളത്തോൾ, അക്കാദമിക് കോർഡിനേറ്റർ V അച്യുതാനന്ദൻ തുടങ്ങി വിവിധ കളരിയിലെ അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. തുടർന്ന് കലാമണ്ഡലം സംഗീത് ചാക്യാർ അവതരിപ്പിച്ച ചാക്യാർ കൂത്തും അരങ്ങിലെത്തി. ചേലക്കര നിയോജകമണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇത്തവണ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഭാഷയുടെ അന്തസ്സത്ത പൂർണ്ണമായും ഉൾക്കൊണ്ട് സർക്കാർ സേവനങ്ങൾ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിക്കാനുള്ള അവസരമായി ഭാഷാ വാരാഘോഷ പരിപാടികൾ മാറണമെന്ന് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിൽ സംഘടിപ്പിച്ചുവന്ന ഭരണഭാഷാ വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മളെ ഡിപ്പാർട്ട്മെന്റ് അല്ലെ സർക്കാർ കൊടുക്കുന്ന എല്ലാ സേവനങ്ങളും നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ലഭിക്കണം. അതിന്റെ നമ്മുടെ നിയമങ്ങൾ എന്ത് പറയുന്നു, എന്ത് കാര്യങ്ങൾ വേണമോ അത് എല്ലാവരിലേക്കും എത്താനും ഏറ്റവും ഒരു പക്ഷേ സർക്കാരിൽ നിന്ന് അകന്നു നിൽക്കുന്ന താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകളിൽ പോലും നമ്മുടെ സേവനങ്ങൾ എത്തിക്കാനും ഈ ഒരു കാര്യം വളരെ പരമപ്രധാനമാണ്. അപ്പം ഈ ഒരു ആഘോഷങ്ങളിലൂടെ നമ്മളതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ട് ഈ ഭരണഭാഷ മലയാള ഭാഷ എന്നുള്ള ഒരു തത്വം നമ്മുടെ സേവനങ്ങൾ എല്ലാവരിലും എത്തിക്കാൻ കൂടെ ഉള്ള ഒരു അവസരമായി നമ്മൾ കാണണം. കേരള പിറവി ദിനമായ നവംബർ 1 മുതൽ ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിൽ സംഘടിപ്പിച്ചുവന്ന ഭരണഭാഷാ വാരാഘോഷ പരിപാടികൾക്കാണ് സമാപനമായത്. സമാപന ചടങ്ങിൽ പ്രശസ്ത കവിയും സിനിമാ ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. മനോഹരമായ ഭാഷയും പദസമ്പത്തും സംസ്കാരവുമുള്ള നാടാണ് കേരളമെന്നും വരും തലമുറയ്ക്ക് അതിന്റെ മനോഹാരിത നഷ്ടപ്പെടാതെ കൈമാറേണ്ടത് ഇന്നത്തെ തലമുറയുടെ ചുമതലയാണെന്നും അദ്ദേഹം പറഞ്ഞു. മലയാളം നമ്മളിൽ നിന്ന് വളരെ അകന്നുപോയി എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു പരിധിവരെ അത് ശരിയാണ്. ഓരോ കാലങ്ങളെയും കാലം മാറ്റിയെടുക്കും. കാരണം നമ്മൾ ഒരുപാട് ദേശങ്ങളുമായിട്ടുള്ള ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷയ്ക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കാനൊക്കെ ഇടയുണ്ട്. എങ്കിലും നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് നമ്മുടെ അമ്മ ഭാഷയാണ്. ഒരു പുതിയ വരാനിരിക്കുന്ന ഒരു തലമുറ നന്നായിട്ട് മലയാളം കുരുമുളകോളം വലുപ്പത്തിൽ മലയാളം എഴുതാനും നന്നായിട്ട് മലയാളം സംസാരിക്കാനുള്ള ഒരു തലമുറ നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഷാ വാരാചരണം നമ്മൾ കൊണ്ടാടുന്നത്. ഡെപ്യൂട്ടി തഹസീൽദാർമാരായ KS ബിന്ദു സ്വാഗതവും വിജയകുമാർ നന്ദിയും പറഞ്ഞു. ഒറ്റപ്പാലം തഹസീൽദാർ CM അബ്ദുൽ മജീദ് അധ്യക്ഷനായി. ഡെപ്യൂട്ടി തഹസീൽദാർമാരായ KS ബിന്ദു സ്വാഗതവും വിജയകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി UP സ്കൂളിൽ ജനപ്രതിനിധിയുമായി തുറന്ന സംവാദം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പറും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ P മുഹമ്മദ് കാസിം കുട്ടികളുമായി സംവദിച്ചു. 5ാം ക്ലാസ്സിലെ ജനങ്ങൾ ജനങ്ങളാൽ എന്ന സാമൂഹ്യശാസ്ത്ര പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗ്രാമസഭ, ജനാധിപത്യ മൂല്യങ്ങൾ എന്നീ വിഷയങ്ങളിൽ നേരനുഭവം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവാദം സംഘടിപ്പിച്ചത്. വിദ്യാലയത്തിലെ സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു സംവാദം. ജനാധിപത്യം എന്ന വിഷയത്തിൽ നടത്തിയ സംവാദത്തിൽ വാർഡ് മെമ്പറും അമ്പലപ്പാറ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ P മുഹമ്മദ് കാസിം കുട്ടികളുമായി സംവദിച്ചു. ഇങ്ങനെ വോട്ട് ഉള്ള ആളുകൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ആളെയാണ് വാർഡ് മെമ്പർ അല്ലെങ്കിൽ ജനപ്രതിനിധിയായിട്ട് കണക്കാക്കുന്നത്. അവരാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിൽ ഗ്രാമപഞ്ചായത്തിന് തൊട്ട് മുകളിലുള്ള തലം എന്ന് പറയുന്നത് ബ്ലോക്ക് തലമാണ്. ബ്ലോക്ക് പഞ്ചായത്ത്
വിവിധ ഡിവിഷൻ വാർഡുകളായി വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ വിവിധ വാർഡുകളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഡിവിഷൻ വാർഡുകളായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രവർത്തിച്ചു വരുന്നത്. അവിടെയും ഇതുപോലുള്ള ഭരണസമിതികളുണ്ട്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ, ആ ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ആ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേര് ശ്രീമതി ശോഭന രാജേന്ദ്ര പ്രസാദ് എന്നാണ്. അതുപോലെ തന്നെ ജില്ലയിലും വിവിധ ഡിവിഷനുകളായി ചുറ്റുപാടുമുള്ള ചില സാമൂഹ്യ പ്രശ്നങ്ങൾ കുട്ടികൾ ജനപ്രതിനിധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വിഷയത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കുട്ടികൾക്ക് മുഹമ്മദ് കാസിം ഉറപ്പു നൽകി. പ്രധാനാധ്യാപിക കെ മഞ്ജു, എൻ അച്യുതാനന്ദൻ, CP ജലജ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി സർക്കാർ UP സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. രുചിമേളം എന്ന പേരിൽ സംഘടിപ്പിച്ച ഭക്ഷ്യമേളയിൽ വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന വൈവിധ്യം നിറഞ്ഞ ഭക്ഷ്യപദാർത്ഥങ്ങളാണ് പ്രദർശിപ്പിച്ചത്. 1ാം ക്ലാസ്സിലെ പാഠ്യപദ്ധതിയുടെ ഭാഗമായാണ് പട്ടാമ്പി സർക്കാർ UP സ്കൂളിൽ രുചിമേളം സംഘടിപ്പിച്ചത്. കുട്ടികൾ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന വിവിധ ഭക്ഷ്യപദാർത്ഥങ്ങളാണ് മേളയിൽ ഇടം പിടിച്ചത്. കണ്ടും രുചിച്ചും അറിഞ്ഞാസ്വദിച്ചും പുളി, ഉപ്പ്, മധുരം തുടങ്ങി വിവിധ രുചികളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കുന്ന പ്രവർത്തനമാണ് ഇതിന്റെ ഭാഗമായി നടന്നത്. സ്കൂൾ പ്രധാനാധ്യാപകൻ PT മൊയ്തീൻകുട്ടി രുചിമേളം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ MP ലക്ഷ്മിബായ്, KR വിദ്യ, AP സുഭാഷിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാണിയംകുളം പുലാച്ചിത്ര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ടി പൂജ നടന്നു. ക്ഷേത്രത്തിൽ 108 ഷഷ്ടി പൂജ നടത്തിയ TP ശങ്കരൻ എഴുത്തച്ഛനെ ക്ഷേത്ര ഭരണസമിതി ആദരിച്ചു. സ്കന്ദഷഷ്ടിയോടനുബന്ധിച്ച് പാൽക്കുംഭം, നവകം, പഞ്ചഗവ്യം, പഞ്ചാമൃതകുംഭം എന്നീ വഴിപാടുമുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ കൊടിമരത്തിന്റെ പറ സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടന്നു. ദേവി ഭജന സമിതിയുടെ ഭജനയുമുണ്ടായി. മുള്ളൂർക്കര ഈതലംകോട് മഹാദേവ ക്ഷേത്രത്തിലെ സ്കന്ദഷഷ്ടി മഹോത്സവാഘോഷങ്ങൾക്കായി തുടർച്ചയായി 35 വർഷവും ശബ്ദ സംവിധാനങ്ങളും പന്തൽ സജ്ജീകരണവും ഒരുക്കി നൽകുന്ന ഷംസുദ്ദീനെ ക്ഷേത്ര ഭാരവാഹികൾ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് PS രാഘവൻ, സെക്രട്ടറി MV ദേവദാസൻ, ട്രഷറർ VK ശിവദാസ് എന്നിവർ ചേർന്നാണ് ഷംസുദ്ദീനെ ആദരിച്ചത്. പിതാവിന്റെ പാത പിന്തുടർന്നാണ് എല്ലാ വർഷവും സ്കന്ദഷഷ്ടി മഹോത്സവത്തിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ഷംസുദ്ദീൻ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമാകുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കാനുള്ള അവസരമൊരുക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം കണ്ണൂർ കളക്ടർ മൊഴി മാറ്റിയത് നിർണായകമായി. നവീൻ ബാബു അഴിമതിക്കാരനെന്ന് വരുത്തി തീർത്ത് ദിവ്യയെ സംരക്ഷിക്കാനാണ് ഇപ്പോൾ ശ്രമമെന്നും VD സതീശൻ. പാലക്കാട്ട് UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണം നിയന്ത്രിക്കുന്നത് ക്രിമിനൽ സംഘമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കള്ളപ്പണ പരിശോധന നാടകമെങ്കിൽ അതിന്റെ സംവിധായകൻ ഷാഫി തന്നെ. PP ദിവ്യയ്ക്കെതിരായ നടപടി സംബന്ധിച്ച് പാർട്ടി കണ്ണൂർ ഘടകം വിശദീകരിക്കുമെന്നും MV ഗോവിന്ദൻ. റിപ്പോർട്ടർ MD ആൻഡ്രൂ അഗസ്റ്റിനെതിരെ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. റിപ്പോർട്ടർ ചാനൽ നടത്തിയത് തന്നെ ആത്മഹത്യയിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന പരിശ്രമം. ആൻഡ്രോയ്ക്ക് പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധം അന്വേഷിക്കണം. BJPയെ തകർക്കുക എന്നതാണ് റിപ്പോർട്ടറിന്റെ ലക്ഷ്യമെന്നും ഗോകുലം ഗോപാലിന്റെ ഹോട്ടലിൽ ആൻഡ്രോയുടെ ഭാര്യയ്ക്ക് എങ്ങനെ ഷെയർ വന്നുവെന്ന് അന്വേഷിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ. മുൻ മന്ത്രി മഞ്ഞളാംകുഴി അലിയിൽ നിന്ന് ആൻഡ്രോ 18 കോടി തട്ടിയെടുത്തെന്നും ആരോപണം. കൊടകര കുഴൽപ്പണക്കേസ് പുനരന്വേഷണ അപേക്ഷ കോടതി വിധി പറയാൻ മാറ്റി. അപേക്ഷ പരിഗണിക്കുന്നത് തൃശൂർ ജില്ലാ സെഷൻസ് കോടതി. പുനരന്വേഷണം കൊടകരയിൽ കവർച്ച ചെയ്യപ്പെട്ട കുഴൽപ്പണം BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്ന മുൻ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ. തൃത്തല ബിവറേജസ് ഔട്ട്ലെറ്റിൽ കവർച്ച. സ്ഥാപനത്തിലെ CCTVയുടെ DVR നഷ്ടപ്പെട്ടു. തൃശൂർ മണ്ണുത്തിയിൽ 95 ഗ്രാം MDMAയുമായി യുവാവ് പിടിയിൽ. മണ്ണുത്തിയിലെ മാർക്കറ്റ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് പണം വെച്ച് ചീട്ട് കളിച്ച 16-അംഗ സംഘത്തെ പോലീസ് പിടികൂടി. വടക്കാഞ്ചേരി പുതുരുത്തിയിൽ ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ വയോധികന്റെ മൃതദേഹം റബ്ബർ തോട്ടത്തിൽ അഴുകിയ നിലയിൽ കണ്ടെത്തി. നെല്ല് സംഭരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് കർഷക സംഘം. ഒറ്റപ്പാലം കൃഷിഭവന് മുന്നിൽ നെല്ലുകൂട്ടി കർഷകരുടെ പ്രതിഷേധം. സംഭരണത്തിലെ വീഴ്ച മൂലം പല പാടശേഖര സമിതികളിലും നെല്ല് കെട്ടിക്കിടക്കുന്ന അവസ്ഥയെന്ന് പരാതി. കൊപ്പം വില്ലേജ് ഓഫീസ് പരിസരത്തെ വിശ്രമകേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചുമതല കുടുംബശ്രീക്കെന്ന് മുഹമ്മദ് മുഹസിൻ MLA. പ്രവർത്തനം തുടങ്ങാൻ ഇനിയും വൈകിയാൽ മറ്റ് നടപടികളിലേക്ക് കടക്കും. പ്രതികരണം വിശ്രമകേന്ദ്രം തുറന്നുകൊടുക്കാത്തതിനെതിരെ വ്യാപക പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.